നമസ്കാരം. എല്ലാ കൂട്ടുകാർക്കും മണി ബൈറ്റ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചക്ക വരട്ടാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ചക്ക ഇടണം. അതിന് നമുക്ക് നമ്മുടെ പറമ്പിലെ ചക്കയല്ല കേട്ടോ, വല്യമ്മയുടെ പറമ്പിലെ ചക്കയാണ്. അപ്പോൾ നമുക്ക് ചക്ക ഇടാൻ പോവാം. അപ്പോൾ ചക്ക ഇട്ടു. അപ്പോൾ ഇത് ഒറ്റയ്ക്ക് കൊണ്ടുപോയി കൂട്ടിയിട്ടില്ല. പഴുത്ത ചക്ക നമ്മൾ കുരുവൊക്കെ കളഞ്ഞ് നന്നായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് കുക്കറിലിട്ട് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഒരു 4 വിസിലടിച്ച് വേവിച്ചെടുക്കാം. ചക്ക നമുക്ക് കുക്കറിലേക്ക് മാറ്റാം. ആവശ്യത്തിന് കുറച്ച് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഗ്യാസ് കത്തിക്കാം. ചക്ക ഇനി ഒരു 4 വിസിലടിക്കുന്നവരെ വെയിറ്റ് ചെയ്യാം. ചക്ക 4 വിസിലടിച്ചിട്ടുണ്ട്. നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്യാം. നമുക്കിനി കുക്കറിൽ ആവി കളഞ്ഞ് കുക്കർ തുറന്ന് നോക്കാം. കുക്കർ തുറക്കാം. വിസിൽ മാത്രം കുടിക്കും. അപ്പം നമ്മുടെ ചക്ക ഇപ്പം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് ബാക്കിയുള്ള ചക്കയെ കൂടി ഇതുപോലെ ഈ വെള്ളത്തിൽ തന്നെ വേവിക്കാം കേട്ടോ. ചക്ക മഴക്കാലമായ കാരണം കൊണ്ട് ചക്കയിൽ ആവശ്യത്തിൽ വെള്ളമുണ്ട്. അപ്പം ഇനി ആ ചക്ക നമുക്ക് ഈ വെള്ളത്തിൽ തന്നെ വേവിച്ചെടുക്കാം. ബാക്കിയുള്ള ചക്ക നമുക്ക് കുക്കറിലിട്ട് ഒരു 4 വിസിലും കൂടി അടിച്ച് എടുക്കാം. ബാക്കിയുള്ള ചക്ക 4 വിസിലടിച്ച് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ചക്ക നന്നായി വെന്തിട്ടുണ്ട്. നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റാം. നല്ല മണം വരുന്നുണ്ട്. അപ്പോൾ ഉരുളി വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ അലുമിനിയത്തിൻ്റെ ഉരുളിയായിട്ട് ഉപയോഗിക്കുന്നത്. എൻ്റെ കയ്യിൽ അലുമിനിയത്തിൻ്റെ ഉരുളിയുള്ളൂ. ഉരുളി ചൂടായി വന്നിട്ടുണ്ട്. 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം, അടി പിടിക്കാതിരിക്കാൻ. നെയ്യ് ചൂടായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ച ചക്ക ചേർത്ത് കൊടുക്കാം.
അടി പിടിക്കാതെ ഇളക്കി കൊടുക്കാം. അലുമിനിയത്തിൻ്റെ ഉരുളിയായ കാരണം അടി പിടിക്കാൻ സാധ്യത കൂടുതലാണ്, വളരെ കൂടുതലാണ്. അപ്പം അതുകൊണ്ട് എപ്പോഴും ഇളക്കിക്കൊണ്ടിരിക്കണം. ചക്കയിലെ വെള്ളം മുഴുവൻ വറ്റി വരണം. അപ്പം അതുവരെ ഇളക്കി കൊടുക്കാം. ചക്കയിലെ വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് പാകമായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ശർക്കര പാനി ഒഴിക്കാം. ഇപ്പോൾ ശർക്കരപ്പാനി ഒഴിച്ചു. ഇനി ശർക്കരയിലെ വെള്ളം വറ്റുന്നത് വരെ ഇളക്കി വേവിച്ചെടുക്കാം. കുറച്ച് അകലം പാലിക്കണത് നല്ല കേട്ടോ, പൊട്ടിത്തെറിക്കുന്നുണ്ട്. വെള്ളം വറ്റി വരുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇടാനായിട്ട് ഒരു 6-7 ഏലക്കായ, അര ടീസ്പൂൺ നല്ല ജീരകം നന്നായി പൊടിച്ചെടുക്കണം. ഏലക്കായും ജീരകവും നന്നായി പൊടിഞ്ഞ് കിട്ടാൻ ഒരു 1.5 ടീസ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് പൊടിച്ചെടുക്കാം. ഏലക്കായും ജീരകവും പൊടിച്ചെടുത്തിട്ടുണ്ട്. അതിലിട്ട് കൊടുക്കാം. ഒരു 1.5 ടീസ്പൂൺ നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കാം. ഈ ഏലക്കായും ജീരകമൊക്കെ ടേസ്റ്റും മണമൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷെ അതിങ്ങനെ കടിക്കണത് ഇഷ്ടമല്ല. അത് വേണം കേട്ടോ പഞ്ചസാര ഇട്ട് പൊടിച്ചത്. അപ്പോൾ ചക്ക വരട്ടിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക്
പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മുടെ ചക്ക വരട്ടിയത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കഴിച്ചു നോക്കാം. നല്ല രസം കേട്ടോ കഴിക്കാൻ. ഇടയ്ക്കിടയ്ക്ക് കുഞ്ഞു കഷ്ണങ്ങൾ ചക്കയുടെ കടിക്കുന്നുണ്ട്. അതങ്ങനെ ഇഷ്ടമുള്ളതുകൊണ്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. അല്ലാത്തവർക്ക് ചക്ക വേവിച്ചതിന് ശേഷം മിക്സിയിൽ അടിച്ച് പൾപ്പാക്കിയതിന് ശേഷം ഉപയോഗിക്കാം.